ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എംഎസ് സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം മഞ്ജു സാറാണ്. ഇന്ന് സാറ് വന്നിട്ടുള്ളത് എന്താ ചോദിച്ചാലേ, നമ്മുടെ ഓണം എക്സാമിനും മിഡ് ടേം എക്സാമിനും യൂണിറ്റ് ടെസ്റ്റിനും ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എൻ്റെ മക്കൾക്ക് എന്തായാലും ചോദിക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്തോളി, അടിപൊളിയായിട്ട് കണ്ടോളി കേട്ടോ. സാറേ, എന്താ ഒന്നാമത്തെ ചോദ്യം? കിഡിലൻ ക്വസ്റ്റ്യൻ ആ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റുമായിട്ടുള്ള ചോദ്യം കേട്ടോ. ഹൗ ടു പ്രൂവ് ദ കാഥോഡ് റേ ഹാവ് എ നെഗറ്റീവ് ചാർജ്? കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ സ്മോൾ പാഡൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേസ്. കാഥോഡ് രശ്മികളുടെ പാതയിലെ ഒരു കറങ്ങുന്ന ചക്രം അഥവാ ഇതളുകളുള്ള ചക്രം വെച്ച് കഴിഞ്ഞാൽ ഇവൻ റൊട്ടേറ്റ് ചെയ്യുന്നു, കറങ്ങുന്നു. എന്തുകൊണ്ട്? കിഡിലൻ ക്വസ്റ്റ്യൻ, പഠിക്കാതെ പോകാൻ പറ്റൂല. അപ്പൊ സാർ എന്തായിരുന്നു എക്സ്പെരിമെന്റ്? ഇതായിരുന്നു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളെ നമുക്ക് കാഥോഡ് റേസ് എന്ന് പറയാം. സെറ്റാണ് സാറേ, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായത് ചോദിച്ചാൽ ഇതങ്ങോട്ട് ആലോചിച്ചാൽ മതി. സാറേ, എങ്ങനെയായിരുന്നു ഇപ്പൊ അത്? അതായത് നമ്മളുടെ ഡിസ്ചാർജ് ട്യൂബിന്റെ മേളിലും താഴെയും, മേളിൽ നെഗറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡും വെച്ചു, താഴെ പോസിറ്റീവ് ചാർജും നമ്മുടെ വില്യൻ ക്രൂക്സ് കൊണ്ടേ വെച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മളുടെ കാഥോഡ് റേസ്, കാഥോഡ് രശ്മികൾ പോസിറ്റീവ് ചാർജിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്തു. ഏത് ചാർജിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്തത്? പോസിറ്റീവ് ചാർജിന്റെ അടുത്തോട്ടാണ് അട്രാക്ട് ചെയ്തത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ളത്. റെഡി ആണല്ലോ? രണ്ട് ഡിഫറെന്റ് ചാർജസ് ആയാലും അട്രാക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം, ആകർഷിക്കുള്ളൂ. ക്ലിയർ സാറേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിൽ ഒരു പാഡിൽ വീല് കറങ്ങുന്ന ചക്രം വെച്ച് കഴിഞ്ഞാൽ ഇവൻ റൊട്ടേറ്റ് ചെയ്യുന്നു, കറങ്ങുന്നു. സാറേ, എന്തുകൊണ്ടാ? അപ്പൊ കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ടെന്ന് മനസ്സിലായി? മാസ് ഉണ്ടെന്ന് മനസ്സിലായി. കാഥോഡ് റേസ് ഹാവ് എ മാസ്. റെഡി ആണല്ലോ? കാഥോഡ് കണികൾക്ക് പിണ്ഡമുണ്ട് അഥവാ മാസ് ഉണ്ട്. പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് എ മാസ്. ദ ക്ലിയർ പോയിന്റ്. അപ്പൊ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്തായാലും എന്റെ മക്കൾ ചോദ്യം നോക്കാതെ പോകരുത്. എന്തായാലും ചോദ്യം വരും. റെഡി ആണല്ലോ? സെറ്റാണ് സാറേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം വരട്ടെ. ഈ ഒരു ഭാഗം എന്റെ മക്കൾ നോക്കാതെ ഒരു കാരണവശാലും എക്സാമോൾക്ക് പോകരുത്. കാരണം ഇതിൽ ഏതെങ്കിലുമൊക്കെ 1 വേർഡ് ആയിട്ട് 2 വേർഡ് ആയിട്ട് ചോദിക്കൂടാ. അപ്പൊ ഇട്ട് കളയണ്ട. സോ ബാക്ക് ദ ഫോളോയിങ് എന്നൊക്കെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ്, അല്ലെങ്കിൽ 1 മാർക്കുള്ള ചോദ്യം. റെഡി ആണല്ലോ? സാറേ, എന്താണ് പ്രോട്ടോൺ കണ്ടെത്തിയതാര, ഇലക്ട്രോൺ കണ്ടെത്തിയതാര, ന്യൂട്രോൺ കണ്ടെത്തിയതാര? എനർജി ലെവൽ അഥവാ ഊർജ്ജ നിലകൾ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളാ, നോയിക്കോ. പെൻ RTC എന്ന് പറഞ്ഞ കോഡ് കണ്ട് ആലോചിച്ചാൽ മതി. പെന്ന് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇനി RTC എന്ന് പറഞ്ഞാൽ റുദർഫോർഡ്, തോംസൺ, ചാഡ്വിക്ക്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളി, പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാ ചോദിച്ചാൽ നമ്മൾ പറയുന്നു റുദർഫോർഡ്. പഠിച്ചങ്ങോട്ട് വെച്ചോ. പ്രോട്ടോൺ ആരാ? റുദർഫോർഡ് ആണ് സാറേ. ഇനി ഇലക്ട്രോൺ ആരാ ചോദിച്ചാൽ നമ്മൾ പറയുന്നു JJ തോംസൺ, ജോസഫ് ജോൺ തോംസൺ. അപ്പൊ ഇലക്ട്രോൺ തോംസൺ. ഇനി ന്യൂട്രോൺ ആരാ ചോദിച്ചാൽ നമുക്ക് കിട്ടി ചാഡ്വിക്. ഇനി അപ്പൊ എനർജി ലെവൽ ആരാ ചോദിച്ചാൽ നമ്മളുടെ നീൽസ് ബോർ ആണ്. അപ്പൊ ബോറിന്റെ മോഡലിൽ നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസ് ഉണ്ടാവും, ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകൾ ഉണ്ടാവും. ഈ ഷെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയാ? എനർജി ലെവൽസ് അഥവാ ഊർജ്ജ നിലകൾ എന്ന് പറയാം. റെഡി ആണല്ലോ? അപ്പൊ എനർജി ലെവൽസ് ആരുമായി ബന്ധപ്പെട്ട ചോദിച്ചാൽ നമ്മൾ പറയുന്നു നീൽസ് ബോറുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ്സ് എ ക്ലിയർ കൺസെപ്റ്റ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ബുദ്ധിമുട്ടില്ല സാറേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ചോദ്യം തന്നെ നമ്മുടെ എക്സാമിന് പ്രതീക്ഷിച്ചു പോയിക്കോ. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കാണാനുള്ള ചോദ്യം വന്നിരിക്കും. പ്രഡിക്ഷൻ ക്വസ്റ്റ്യനാ, വിട്ട് കളയണ്ട. അപ്പൊ സാറേ, എന്താ ക്വസ്റ്റ്യൻ? ആറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് Z. ആറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട് 17. മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട് 35. അപ്പൊ AC നോക്കൂ, 35 ആണ്. ഇത് രണ്ടും നമുക്കറിയാം. ആറ്റോമിക് നമ്പർ 17 ആണ്, മാസ് നമ്പർ 35 ആണ്. ഈ രണ്ട് കാര്യം നമുക്കറിയാം, ബുദ്ധിമുട്ടില്ല. സോ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോൺ കണ്ടെത്തുക, ഇലക്ട്രോൺ കണ്ടെത്തുക, ന്യൂട്രോൺ കണ്ടെത്തുക. സിമ്പിൾ ആടാ. എൻ്റെ മക്കൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ആറ്റോമിക് നമ്പർ എത്ര ഇവിടെ തന്നിട്ടുള്ളത്? ആറ്റോമിക് നമ്പർ 17 അല്ലേ? സോ ആറ്റോമിക് നമ്പർ 17 ആണ് സാറേ, 17 ആണ്. കുഴപ്പമില്ല. അപ്പൊ ആറ്റോമിക് നമ്പർ എത്രയാണോ ഈ സെയിം നമ്പർ ആയിരിക്കും പ്രോട്ടോണും ഇലക്ട്രോണും. കിട്ടിയില്ലേ? അപ്പൊ പ്രോട്ടോണും 17 ആണ്, ഇലക്ട്രോണും 17 ആണ്. ഇനി ന്യൂട്രോൺ സാറേ എങ്ങനെ കണ്ടെത്താം? ന്യൂട്രോൺ കണ്ടെത്താൻ എൻ്റെ മക്കൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. മാസ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക? ആറ്റോമിക നമ്പർ ആണ്ട് കുറക്കുക. ഇത് ചെയ്തിട്ട് തന്നെ പഠിക്കണം കേട്ടോ. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറക്കുന്നു. മാസ് നമ്പർ എത്രയായിരുന്നു സാറേ? 35 ആണ്. ആറ്റോമിക നമ്പർ 17. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 18. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം 18 ആണ്, 18 ആണ്. കൺഫ്യൂഷൻ ഇല്ല. സെറ്റാ. പ്രോട്ടോൺ കണ്ടെത്തി, ഇലക്ട്രോൺ കണ്ടെത്തി, ന്യൂട്രോൺ കണ്ടെത്തി. സാറേ, ഒരു കുഴപ്പമില്ല, ക്ലിയർ ആണ്. എവിടെ പോയി? ഓക്കെ, റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ സാറേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. ഇതിൽ തന്നെ ഉണ്ടടാ. ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക, ബോർ മോഡൽ വരയ്ക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് വരയ്ക്കാം സാറേ. ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ ഇലക്ട്രോൺസിന്റെ എണ്ണം എടുക്കുന്നു, ആറ്റോമിക നമ്പർ എടുക്കുന്നു. ഇനി ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ നമുക്കറിയാം. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പൊ 2, 8. അപ്പൊ ടോട്ടൽ 10 ഇലക്ട്രോൺ ആയി. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 7 ഇലക്ട്രോൺ
ഇലക്ട്രോണേ ഉള്ളൂ. ആ 7 ഇലക്ട്രോൺ ലാസ്റ്റ് ഷെല്ലിലാണ് കൊടുക്കുക. അപ്പൊ നമ്മളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി 2, 8, 7. മക്കളെ ചോദ്യം ചോദിച്ചിരിക്കും, ഇതേ ചോദ്യത്തിനേക്കാരം വരിക. പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നമുക്ക് ഓണം എക്സാമിന് മിഡ് ടേം എക്സാമിന് എന്തായാലും ചോദിച്ചിരിക്കും. റെഡി ആണല്ലോ. ഇനി ഇവന്റെ ബോർ മോഡൽ വരക്കാനാണ് പറഞ്ഞത്. ഇവന്റെ ബോർ മോഡൽ വരക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം ഒരു ന്യൂക്ലിയസ് കൊടുക്കുന്നു. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. ഇനി എത്രയാണോ ഇലക്ട്രോൺസിന്റെ എണ്ണം അത് ഡോട്ടായിട്ട് കൊടുക്കാം. ആദ്യത്തെ വട്ടത്തിൽ ആദ്യത്തെ ഷെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോൺ കൊടുത്തു, 2 ഡോട്ട്. അടുത്തതിൽ 1, 2, 3, 4, 5, 6, 7, 8 അതും കൊടുത്തു. ഇനി ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണോ ആ ഡോട്ട് കൊടുക്കുക, 7 ആണ്. അപ്പൊ 1, 2, 3, 4, 5, 6, 7 പരിപാടി കഴിഞ്ഞു. 2, 8, 7 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബോർ മോഡലും വരച്ചു. ക്ലിയർ അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ എൻ്റെ മക്കൾക്ക്. നമ്മൾ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്, സീനേ ഇല്ല. അങ്ങനെയാണെങ്കിൽ സാറേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചുകൊണ്ട് പോയിക്കോളാം. എന്താ സാറേ? ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ കെ, എൽ ആൻഡ് എം ഷെൽ. നല്ലോണം നോക്കണേ. ഇലക്ട്രോൺസ് നിറയുന്നത് കെ ഷെല്ലിലുണ്ട്, എൽ ഷെല്ലിലുണ്ട്, എം ഷെല്ലിലുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ, which of these the shell has the highest energy? ഈ മൂന്ന് ഷെല്ലുകളിൽ ഏറ്റവും ഊർജം കൂടിയ ഷെല്ല്, ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ള ഷെല്ല് ഏതാ എന്നാ ചോദിച്ചത്. ഇന്റെ മക്കൾ മനസ്സിലാക്കുക, ഏറ്റവും അവസാനം നിൽക്കുന്ന ഷെല്ല് ഏതാണോ അവൻക്കായിരിക്കും ഊർജം കൂടുതൽ. കെ ഷെല്ലാണോ ലാസ്റ്റ്? അല്ല സാറേ. എൽ ഷെല്ലാണോ ലാസ്റ്റ്? അല്ല സാറേ. അപ്പൊ കെ ഫസ്റ്റ് ആണ്, എൽ രണ്ടാമതാണ്, എം ആണ് ഇതിൽ ലാസ്റ്റ് ഷെല്ല്. അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് എനർജി ഉള്ള ഷെല്ല് ഏതാ ചോദിച്ചാൽ എം ഷെല്ലായിരിക്കും. ഏറ്റവും ഊർജം കൂടുതൽ ആർക്കാ ചോദിച്ചാൽ നമ്മൾ പറയുന്നു എം ഷെല്ലാണ് സാറേ. ക്ലിയർ കൺസെപ്റ്റ്. ഇനി അടുത്ത് നോക്കാലോ. എം ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ ആറ്റത്തിന്റെ ആറ്റോമിക നമ്പർ എഴുതുക. സിമ്പിൾ ആണ്. എം എന്ന് പറഞ്ഞ ഷെല്ലില് 3 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ എല്ലിൽ എത്ര ഉണ്ടാവുള്ളൂ? എല്ലിൽ 8 ഉണ്ടാവുള്ളൂ, മാക്സിമം 8. ഇനി കെയിൽ എത്ര മാക്സിമം ഉണ്ടാവുക? 2. ഇനി ആറ്റോമിക നമ്പർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ഈ 3 നമ്പർ പിടിച്ചുകൊണ്ട് കൂട്ടുക. 2, 8, 10, 10, 3, 13. അപ്പൊ ആറ്റോമിക നമ്പർ നമുക്ക് കിട്ടി 13. ഇനി ഇലക്ട്രോണിക് വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാം 2, 8, 3. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. ക്ലിയർ. അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണം, ഇനി ഇവന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ ആറ്റോമിക നമ്പർ 13 ആണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണവും എന്ത് തന്നെയായിരിക്കും? 13 ആയിരിക്കും. കിട്ടിയില്ലേ? ബുദ്ധിമുട്ടില്ല. നോക്കിക്കോ, ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാടാ? 13 ആണ് സാറേ. ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 16 ന്യൂട്രോൺ ആണ് ഉള്ളതെങ്കിൽ ന്യൂട്രോൺസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ന്യൂട്രോൺസ് 16. അങ്ങനെയാണെങ്കിൽ ഇവന്റെ മാസ് നമ്പർ കണ്ടെത്തുക. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ അല്ലേ? അപ്പൊ മാസ് നമ്പർ കണ്ടെത്താനേ ന്യൂട്രോൺസിന്റെ എണ്ണം മാസ് നമ്പർ കണ്ടെത്താൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂട്രോൺസിന്റെ എണ്ണത്തിന്റെ കൂടെ പ്രോട്ടോൺസിന്റെ എണ്ണം പിടിച്ചാണ്ട് കൂട്ടുക, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം പിടിച്ചാണ്ട് കൂട്ടുക, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ പിടിച്ചാണ്ട് കൂട്ടുക. 3 ഒരേ നമ്പറേക്കാരം. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം 16. 16ന്റെ കൂടെ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഇലക്ട്രോൺസിന്റെ എണ്ണമായ 13 അങ്ങോട്ട് കൂട്ടുക. അപ്പൊ ഉത്തരം എത്ര? 29 എന്ന് കിട്ടി. മാസ് നമ്പർ എത്രയടാ? 29 ആണ് സാറേ. ദാറ്റ്സ് എ ക്ലിയർ കൺസെപ്റ്റ്. റെഡി മക്കളെ. ഇങ്ങനത്തെ ചോദ്യങ്ങളേക്കാരം നമ്മുടെ ഓണം എക്സാമിന് 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ചോദ്യം. നമ്മളൊന്ന് ആലോചിക്കേണ്ട ചോദ്യങ്ങളേക്കാരം. ക്ലിയർ സാധനേക്കാരം, പക്ഷെ നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇതേപോലത്തെ വളരെ കുറച്ച് ചോദ്യം സാർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതേപോലത്തെ ചോദ്യങ്ങൾ എൻ്റെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, ഇന്നത്തെ ലൈവിൽ അങ്ങോട്ട് പോരെ. കൃത്യം 7 മണിക്ക് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ ലൈവിൽ എൻ്റെ മക്കൾ പോന്നു കഴിഞ്ഞാൽ നമ്മൾ മിഡ് ടേം എക്സാം ആയിക്കോട്ടെ, യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഓണം എക്സാം ആയിക്കോട്ടെ, ഈ 3 എക്സാമിലും ഇന്ന മക്കൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏതൊക്കെ ചോദ്യങ്ങളാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. കിഡിലനായിട്ട് ഡിസ്കസ് ചെയ്യും മക്കളെ. ഒരു കാരണവശാലും വരാതിരിക്കരുത്. ഫ്രണ്ട്സിനെയും കൂട്ടി പോരാ. ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഓഫ് ദ ചാപ്റ്റർ 1, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ആറ്റത്തിന്റെ ഘടന എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവാണ്. 7 മണിക്ക് മറക്കണ്ട, എല്ലാവരും ലൈവിൽ പോരാ. നമുക്ക് ലൈവിൽ അടിപൊളിയായിട്ട് പഠിക്കാം. ഇറ്റ്സ് മീ ആൻഡ് ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ.